ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ റിഗ്രഷൻ ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഹൗസ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ഹൗസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് കൂടുന്നു. അതായത് സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടുന്നു. അപ്പോൾ നമുക്ക് പ്രൈസാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കൊരു ഫസ്റ്റ് സ്പ്ലിറ്റ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ത്രെഷോൾഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ സ്പ്ലിറ്റിംഗ് റിഗ്രഷനിൽ നടക്കുന്നുണ്ടായിരിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ സ്ക്വയർ ഫീറ്റ് ഒരു 600, 800, 1000, 1200, 1500 അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അപ്പോൾ പ്രൈസ് 300, 400, 500, 600, 800 അങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ 1000. അപ്പോൾ 1000 എന്നുള്ള ആ ഒരു ത്രെഷോൾഡ് വാല്യൂവിന് താഴെയുള്ളവ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവ ഈക്വൽ ടു 1000 അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പം നമുക്കിവിടെ ഈ ഒരു ബ്രാഞ്ചിൽ നമുക്ക് കണ്ടീഷൻ ഇപ്പോൾ ഈസ് ഇറ്റ് അലൈവ് എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ സൈസ്, ഇപ്പോൾ അതിൻ്റെ ഫീച്ചർ നമ്മൾ സൈസ് എന്ന ഫീച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫീച്ചറിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം. സൈസ് എന്ന ഫീച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രഡിക്ഷൻ നടത്തുന്നതെങ്കിൽ നമ്മൾ സൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇങ്ങനെയായിരിക്കും നമ്മൾ സ്പ്ലിറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ സൈസ് ലെഫ്റ്റ് ബ്രാഞ്ചിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സൈഡിൽ വരുന്നത് സൈസ് ലെസ് ദാൻ 1000 ആയിരിക്കും. അതായത് 300, 400, 500 ഒക്കെ വരും. ഓക്കെ, അപ്പോൾ റൈറ്റ്സ് ബ്രാഞ്ച് എന്ന് പറയുന്നത് സൈസ് ഗ്രേറ്റർ ദാൻ 1000 ആയിരിക്കും. അതായത് 700 തൊട്ട് അങ്ങനെ 1000 വരെ. അപ്പോൾ നമുക്കൊരു 1100 ഉള്ളൊരു ഹൗസ് സൈസ് ഉള്ള ഒരു ഹൗസിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് സ്പ്ലിറ്റിലേക്ക് പോയാൽ മതി? സൈസ് ഗ്രേറ്റർ ദാൻ 1000, അതായത് റൈറ്റ് ബ്രാഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 700 എന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് നമ്മൾ സൈസ് ഗ്രേറ്റർ ദാൻ 1000-ൽ 700, 600 to 1000 ഉള്ള വാല്യൂസ് അതിലാണ് പെടുന്നത്. അപ്പം അത് അതിലേക്കായിരിക്കും അസൈൻ ആവുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് വാല്യൂസ് പ്രഡിക്ഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ ഒരു ത്രെഷോൾഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റിഗ്രഷനിൽ എന്താ പറയുക ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എറർ മിനിമൈസ് ചെയ്തിട്ടായിരിക്കും സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഡിസിഷൻ ട്രീയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി ചെക്ക് ചെയ്യുക മീൻസ് എത്രത്തോളം മിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എത്രത്തോളം അൺസർട്ടൈൻ ആണ് എന്ന് നോക്കുക. അപ്പോൾ എൻട്രോപ്പി ഹൈ ആണ് എന്നതിനർത്ഥം ഗ്രൂപ്പ് കുറച്ച് മിക്സപ്പ് ആണ്. അപ്പോൾ എൻട്രോപ്പി ലോ മീൻസ് എന്താണ്? ഗ്രൂപ്പ് നല്ല പ്യുവർ ആണ് എന്നർത്ഥം. അപ്പോൾ എൻട്രോപ്പി നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എൻട്രോപ്പിയുടെ മെഷർ ലോ ആണെങ്കിൽ ദാറ്റ് മീൻസ് മാക്സിമം ഗ്രൂപ്പ് പ്യുവർ ആണ്, അധികം സ്പ്ലിറ്റിംഗ് ഒന്നും ആവശ്യമില്ല. മാക്സിമം നമുക്ക് പ്യുവർ ആയിട്ടൊരു ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട് മനസ്സിലാക്കാം. എൻട്രോപ്പി ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഗ്രൂപ്പിലെ എത്രത്തോളം നല്ല ഒരു, അതായത് സെയിം എലമെന്റ്സിനെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്യുവർ ആണ് ആ ഗ്രൂപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻട്രോപ്പിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ആ എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ PI എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് ക്ലാസ് ഇൻ ദ ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ ദ പെർസെൻറ്റേജ് ഓഫ് ഡോഗ്, കാറ്റ്സ് എക്സെട്ര ഇൻ ദി ഗ്രൂപ്പ്. ഓരോ ക്ലാസ്സും ഗ്രൂപ്പിലുള്ള ഓരോ ക്ലാസ്സിൻ്റെയും പ്രൊപ്പോർഷൻ അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ലോഗ് ഫംഗ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ വാല്യൂസിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഫുള്ള് ഡോഗ് ആണെങ്കിൽ, അതായത് അപ്പോൾ എൻട്രോപ്പി 0 ആയിരിക്കും. അതായത് ആ ഗ്രൂപ്പ് പ്യുവർ ആണ് അല്ലേ, മീനിങ് ദർ ഇസ് നോ കൺഫ്യൂഷൻ. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ക്ലാസ്സസ് ആണെങ്കിലോ 50% കാറ്റ് 50% ഡോഗ് ആണെങ്കിൽ എൻട്രോപ്പി 1 ആയിരിക്കും, മീനിങ് മാക്സിമം കൺഫ്യൂഷൻ ഉണ്ട് അവിടെ അല്ലേ. അപ്പം ലോഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂവിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി 0 to 1 റേഞ്ചിലേക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.